അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാത്തതായിട്ടുള്ള ഒരു മനുഷ്യന്മാരുമില്ലല്ലേ? അങ്ങനെ ഉണ്ടോ? നിങ്ങളെ പരിചയത്തിലുണ്ടോ? എനിക്കറിയണമല്ലോ, ഞാനടക്കമുള്ള ഒരുപാട് പേർക്ക്. ഇപ്പം എന്നോട് തന്നെ എത്ര ആൾക്കാർ പറയുന്നത്, എടി ഇതൊന്ന് ദയർക്കിട്ടോ എനിക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എടി അങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ കാട്ടിട്ടോ, അവിടെ നേർച്ചാക്കിട്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേരാണ് അങ്ങനെ ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളേറ്റും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ പങ്കുവെക്കുന്നവരുണ്ട്. ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഇടങ്ങേറാവും. അപ്പോഴൊക്കെ നമ്മൾ അൽഹംദുലില്ലാ റബ്ബേ, നീ എനിക്ക് ആ വിഷമം തന്നില്ലല്ലോ. അവരൊക്കെ അതുകൊണ്ട് എത്രയോ ബുദ്ധിമുട്ടുണ്ട് ആ ഒരു ഇടങ്ങേറിൽ നിന്നും മറികടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറയണം, അങ്ങനെ നമ്മൾ പറയണം. കാരണം ചിലപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ അതിലും വലിയ പ്രശ്നങ്ങളുള്ളവരാണ് നമ്മളെ ചുറ്റുമുള്ളവർ. അപ്പോൾ എൻ്റെ ഒരു അയൽവാസിയുണ്ട് കേട്ടോ, അത് ചിലപ്പോൾ എന്നോട് വന്ന് കണ്ട് അതിൻ്റെ വിഷമം ഇങ്ങനെ പറയും. അപ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നും, കാരണം അത്രക്കും അത് അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറയും, സമാധാനിക്ക്, അള്ളല്ലേ വലുത്, പഠിച്ചോനെ നമുക്ക് വിധിച്ചതേ നടക്കുള്ളൂ. പക്ഷെ നമുക്ക് ദുആ ചെയ്യാം, അള്ളാഹുവിനോട് നമുക്ക് എപ്പോഴും ദുആ എന്തിനും ഉള്ളൊരു മരുന്നാണ്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട അള്ളാഹുവിൻ്റെ നാമം 4 തവണ യാ റബ്ബി യാ റബ്ബി എന്നുള്ള ഇസ്മ ചൊല്ലിയിട്ട് നമ്മൾ എന്തായാലും നമ്മൾ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് അള്ളാഹിനോട് ഇങ്ങനെ പറയും. അപ്പോൾ ഈ ഒരു ഇസ്മ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു വജ്ജ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരും. നമ്മൾ അറിയാത്ത രീതിക്ക് തന്നെ പല പ്രയാസഘട്ടത്തിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളൊരു കാര്യമായിട്ടത്. ടെൻഷൻ വരുമ്പോഴൊക്കെ എനിക്ക് ഞാൻ അള്ളാഹിനോട് പറയുമ്പോൾ എന്തെങ്കിലും മനസ്സിനൊരു സമാധാനമില്ലാത്ത ജീവിതം എന്തിനാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാം ഹൈറാക്കി തരട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്, ഇപ്പം എന്തായാലും നാളെ വെള്ളിയാഴ്ച ദിവസമാണല്ലോ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ സൂറത്തുൽ കഹ്ഫ്, കാരണം മുസ്ലിങ്ങളുടെ പെരുന്നാൾ, മുസ്ലിങ്ങളെ സത്യവിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ തന്നെ ദിവസങ്ങളുടെ നേതാവാണ്, അതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ ദിവസത്തിൽ നമ്മൾ ഏതൊരു അമല് ചെയ്യുകയാണെങ്കിലും, കാരണം നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ മുൻനിർത്തിയിട്ട് ഇപ്പം നമ്മൾ ഒരു സൂറത്ത് യാസീൻ ഓതുകയാണെങ്കിൽ, യാസീൻ ഓതിക്കഴിഞ്ഞാൽ അതങ്ങനെ മടക്കി വെക്കാതെ, യാസീൻ ഓതിക്കഴിഞ്ഞാൽ അങ്ങനെ മടക്കി വെക്കാതെ, അള്ളാഹുവേ ഞാൻ ഈ യാസീൻ ഓതിയത് മുത്തുനബിക്ക് ഹദിയ ചെയ്തുകൊണ്ട് മുത്തുനബീൻ്റെ മുൻനിർത്തിയിട്ടൊക്കെ നമ്മൾ ഓതിക്കഴിഞ്ഞിട്ട് നമ്മളെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരണേ എന്നുള്ള ഒരു ദുആ ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനക്ക് വേഗം ഉത്തരം തരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ. അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സൂറത്തുൽ കഹ്ഫ്, നാളെ വെള്ളിയാഴ്ചയാണല്ലോ, സൂറത്തുൽ കഹ്ഫ്, പിന്നെ തബാറക്ക, നമ്മൾ എന്നും ഓതുന്ന സൂറത്താണല്ലോ. ഇങ്ങനത്തെ ഓരോ സൂറത്തുകളും ഓതിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തുയർന്നു നോക്കി നമുക്ക് തന്നെ അത്ഭുതം കാണാൻ കഴിയും. കാരണം നമുക്ക് മനസ്സിന് ശാന്തിയും സമാധാനം അത്രത്തോളം വരില്ലല്ലോ ഒന്നും. നമുക്കൊക്കെ എല്ലാവരും എന്താ ആഗ്രഹിക്കുന്നത്? മനസ്സിന് സുഖം വേണമെന്ന്. ഒരു മനസ്സമാധാനം ഇല്ലാത്ത ജീവിതം എങ്ങനെയൊക്കെ നിങ്ങൾ എങ്ങനെയും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ടെൻഷനുള്ള ജീവിതം എങ്ങനെയൊക്കെ, പേടിപ്പെടുത്തുന്ന ജീവിതം എങ്ങനെയൊക്കെ, എപ്പോഴും ദുഃഖം, ബുദ്ധിമുട്ട്, ഇടങ്ങേറ് അതൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ കഥ പറയണം.
ആഗ്രഹങ്ങൾ മനുഷ്യന്മാർക്ക് വരും, അത് സ്വാഭാവികമാണ്. പക്ഷെ അത് കിട്ടണതും കിട്ടാത്തതും റബ്ബാണ് തീരുമാനിക്കുന്നത്. പക്ഷെ നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകും. പിന്നെ ഈ പുണ്യമാക്കപ്പെട്ട ശഅബാൻ മാസമാണ്. അത്രക്കും ഒരു പവർഫുള്ളായ മാസമാണ്. അതുകൊണ്ട് ഒരു പേടിയും വിളിച്ചില്ല, അള്ളാഹിനോട് ചോദിക്കുക. അള്ളാഹ് പറഞ്ഞിരിക്കണം എന്നോട് ചോദിച്ച് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന്. പിന്നെ എന്തിനാ നമ്മൾ അവിടെയും ഇവിടെയും പോയി പറയണത്? അള്ളാഹിനോട് പറയുക, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകും. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്താ അതിങ്ങനെയൊക്കെ ഇങ്ങനെ പറയണത്. അപ്പോൾ ഞാനങ്ങനെ കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയും. അപ്പോൾ നമ്മളൊക്കെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ ഇൻഷാ അല്ലാഹ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.